ദൂരം പ്രണയത്തെ ഇല്ലാതാക്കുമോ അതോ അതിനെ വേറൊരു ലെവലിലേക്ക് എത്തിക്കുമോ? ഇതൊരു വലിയ ചോദ്യമാണ് അല്ലേ? ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കിടയിൽ ജോലിക്കും നല്ലൊരു ജീവിതത്തിനു വേണ്ടി പങ്കാളികൾ അകന്ന് ജീവിക്കുന്നത് ഒരു സാധാരണ കാര്യമായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവരൊക്കെ മൈലുകൾക്കപ്പുറമിരുന്ന് തങ്ങളുടെ പ്രണയവും അടുപ്പവുമൊക്കെ നിലനിർത്തുന്നത്? നമുക്കിതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇതൊന്ന് നോക്കൂ, 16 ദശലക്ഷം. ഇത് അമേരിക്കയിലെ മാത്രം കണക്കാണ്. അവിടെ ഇത്രയും ആളുകൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ് ജീവിക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാല് ഇത് ഒന്നോ രണ്ടോ പേരുടെ മാത്രം കാര്യമല്ല, ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. പലർക്കും ഈ അകലം ഒരു നല്ല ഭാവിക്ക് വേണ്ടിയുള്ള ഒരു തരം ട്രേഡ് ഓഫാണ്. ലക്ഷ്യം സാമ്പത്തിക ഭദ്രതയാണ്. നമ്മുടെ നാട്ടിലൊക്കെ, പ്രത്യേകിച്ച് കോട്ടയം പോലുള്ള പ്രവാസി മേഖലകളിൽ ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. പക്ഷേ സാമ്പത്തികമായി ഉയരുമ്പോഴും ഈ അകലം ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഈ ദൂരദിക്കിലിരിക്കുന്ന ബന്ധങ്ങളിലെ പ്രധാന പ്രശ്നങ്ങൾ? നമുക്ക് അതിലേക്ക് വരാം. ഏറ്റവും അടിസ്ഥാനപരമായ ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് പറയുന്നത് തീർച്ചയായും ആ ഒരു ശാരീരിക സ്പർശനത്തിന്റെ അഭാവം തന്നെയാണ്. ഇതിനൊരു പേരുണ്ട്, ടച്ച് സ്റ്റാർവേഷൻ. സൈക്കോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്നൊരു വാക്കാണിത്. ശരിക്കും എന്താണിതെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടത്ര സ്നേഹത്തോടെയുള്ള സ്പർശനം കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്നൊരവസ്ഥ. ഇത് വെറുമൊരു തോന്നലല്ല, ഇത് ശരിക്കും കടുത്ത ഏകാന്തത, വൈകാരികമായ ഒറ്റപ്പെടൽ, ലൈംഗിക നിരാശ, ചിലപ്പോൾ ശാരീരികമായ വേദനകൾക്ക് വരെ കാരണമാകും. ഈ കണക്ക് നോക്കിയാൽ മതി ഇതിന്റെ ആഴം മനസ്സിലാക്കാൻ. കേരളത്തിലെ പ്രവാസി ദമ്പതികളിൽ 45% പേരും പറയുന്നത് അവർക്ക് ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടെന്നാണ്. അതായത് ഏതാണ്ട് പകുതിയോളം പേർ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ടച്ച് സ്റ്റാർവേഷൻ എത്രത്തോളം ഗുരുതരമായൊരു പ്രശ്നമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. ഇനി ഒരുമിച്ച് ജീവിക്കുന്ന കപ്പിൾസും ദൂരെ ജീവിക്കുന്നവരും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം നോക്കാം. ഒരുമിച്ചുള്ളപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാൻ പ്രത്യേകിച്ച് പ്ലാനൊന്നും വേണ്ട, അല്ലേ? അത് സ്വാഭാവികമായി സംഭവിക്കും. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ അങ്ങനെയല്ല. അവിടെ വീഡിയോ കോൾ ചെയ്യാനും റൊമാൻറ്റിക്കായി സംസാരിക്കാനുമൊക്കെ സമയം കണ്ടെത്തണം, മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. പോരാത്തതിന് കുട്ടികളും വീട്ടുകാരുമൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഇതിനൊക്കെ ഒരു പ്രൈവസി കണ്ടെത്തുക എന്നത് വലിയൊരു പാട് തന്നെയാണ്. ഈ ശാരീരിക അകലം പതിയെ ഒരു മാനസിക അകലത്തിലേക്ക് വഴിവെക്കും. പങ്കാളി നമ്മളെ ചതിക്കുമോ എന്നൊരു പേടി, ചെറിയ കാര്യങ്ങൾക്ക് പോലും സംശയം, അസൂയ, ഇതൊക്കെ മനസ്സിലേക്ക് വരാൻ ഈ ദൂരം ഒരു കാരണമാകും. സത്യം പറഞ്ഞാലേ ഇത് പതിയെ ആ ബന്ധത്തിന്റെ കെട്ടുറപ്പിനെ തന്നെ ഇല്ലാതാക്കും. ഓക്കെ, അപ്പം ഇത്രയും നേരം നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി കുറച്ച് സൊല്യൂഷൻസിനെ പറ്റി സംസാരിക്കാം. ഈ ശാരീരികമായ അകലം നികത്താൻ ഇന്നത്തെ കാലത്തെ ടെക്നോളജി എങ്ങനെയാണ് ആളുകളെ സഹായിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് $1 മില്യൺ ചോദ്യം, അല്ലേ? എങ്ങനെയാണ് മൈലുകൾക്കപ്പുറം ഇരിക്കുന്ന ഒരാൾക്ക് സ്നേഹത്തോടെയുള്ള ഒരു സ്പർശനത്തിന്റെ അനുഭവം നൽകാൻ കഴിയുക? അതിന്റെ ഉത്തരം ഒരു വലിയ പരിധിവരെ ഇന്നത്തെ ടെക്നോളജിയുടെ കയ്യിലുണ്ട്. ഇന്നത്തെ ടെക്നോളജി ഒരുപാട് മുന്നോട്ട് പോയി. ഉദാഹരണത്തിന്, ആപ്പ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സെക്സ് ടോയ്സ്. ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നും നിങ്ങളുടെ പങ്കാളിക്ക് ഈ ഡിവൈസുകൾ നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ രണ്ടുപേർക്കും ഒരേ സമയം സെൻസേഷൻസ് കിട്ടുന്ന 2-വേ ഡിവൈസുകളും ഉണ്ട്. ഇത് ഒരുമിച്ച് ഒരു ശാരീരികമായ അനുഭവം പങ്കുവയ്ക്കുന്നത് പോലെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും, ഇതിൻ്റെയൊക്കെ പ്രൈവസിയും സെക്യൂരിറ്റിയും എന്താകും? അത് ശരിയായൊരു ചോദ്യമാണ്. പക്ഷെ പേടിക്കണ്ട, കാരണം ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ മിക്കതും എൻക്രിപ്റ്റഡ് വീഡിയോ ചാറ്റുകളും പ്രൈവറ്റ് കണക്ഷൻസും ഒക്കെ തരുന്നുണ്ട്. അതായത് നിങ്ങളുടെ സ്വകാര്യത സുരക്ഷിതമായിരിക്കും. ഓക്കെ, ടെക്നോളജിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം, വൈകാരികമായ അടുപ്പം. കാരണം ഏതൊരു ബന്ധത്തിൻ്റെയും അടിത്തറ അതാണല്ലോ. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലെ ഈ വൈകാരിക അടുപ്പമുണ്ടാവുന്നത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. ഇവിടെ നമ്മൾ 2 വാക്കുകളും മനസ്സിലാക്കണം. ഒന്ന് സത്യസന്ധത, 2 സുതാര്യത. രണ്ടും ഒന്നാണെന്ന് തോന്നുമെങ്കിലും വലിയ വ്യത്യാസമുണ്ട്. സത്യസന്ധത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ സത്യം പറയുക എന്നതാണ്. പക്ഷേ സുതാര്യത അങ്ങനെയല്ല. ചോദ്യങ്ങൾ ചോദിക്കാനൊരു അവസരം പോലും കൊടുക്കാതെ എല്ലാം അങ്ങോട്ട് തുറന്നു പറയുന്ന ഒരവസ്ഥയാണത്. ദൂരെയിരിക്കുന്ന ബന്ധങ്ങൾ വിജയിക്കാൻ ഈ സുതാര്യത കൂടിയേ തീരൂ. അപ്പോ എങ്ങനെയാണ് വെറും വാക്കുകൾ ഒരു സ്പർശനം പോലെയാകുന്നത്? പല വഴികളുണ്ട്. ഉദാഹരണത്തിന്, സുരക്ഷിതമായ ആപ്പുകൾ ഉപയോഗിച്ച് സെക്സ്റ്റിംഗ് ചെയ്യാം. തങ്ങളുടെ ഇഷ്ടങ്ങളെയും ഫാന്റസികളെയും കുറിച്ച് തുറന്ന് സംസാരിക്കാം. ഒരുമിച്ച് ഓഡിയോ സ്റ്റോറികൾ കേൾക്കാം. ഇതൊക്കെ ബന്ധം ശക്തമാക്കും. പിന്നെ ഈ അകലത്തിനൊരു നല്ല വശം കൂടിയുണ്ട്. ആ കാത്തിരിപ്പില്ലേ, അത് പരസ്പരം കാണാനുള്ള ആഗ്രഹം കൂട്ടും. അവസാനം ഒന്നിച്ചുകൂടുമ്പോൾ ആ നിമിഷങ്ങൾ കൂടുതൽ മനോഹരമാക്കും. വളരെ മനോഹരമായൊരു ഉപമയുണ്ട് ഇതിനെപ്പറ്റി. പ്രവാസ ദാമ്പത്യത്തിലെ ലൈംഗികത എന്ന് പറയുന്നത് കരണ്ട് പോകുമ്പോൾ നമ്മൾ ഇൻവെർട്ടർ ഉപയോഗിക്കുന്നത് പോലെയാണെന്ന്.
അത് ശരിക്കുള്ള കറണ്ടിന് പകരമാവില്ല, ശരിയാണ്. പക്ഷേ ആ ഇരുട്ടത്ത് വീട് വെളിച്ചമുള്ളതായിരിക്കാൻ അത് സഹായിക്കും. അതുപോലെ ഈ പറഞ്ഞ ടെക്നോളജിയും തുറന്ന സംസാരവുമൊന്നും യഥാർത്ഥ ശാരീരിക അടുപ്പത്തിന് പകരമാവില്ല. പക്ഷേ ബന്ധമെന്ന വെളിച്ചം കെട്ടുപോകാതെ കാക്കാൻ അത് തീർച്ചയായും സഹായിക്കും. അപ്പോ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മളൊരു വലിയ ചോദ്യത്തിന് മുന്നിലാണെത്തുന്നത്. ടെക്നോളജി ഇത്രയധികം വളർന്ന ഈ കാലത്ത് ഒരുമിച്ചായിരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാറുന്നുണ്ടോ? ഒരുമിച്ച് താമസിച്ചില്ലെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ? ഒരുപക്ഷേ ദൂരമെന്നത് സ്നേഹബന്ധങ്ങൾക്കൊരു തടസ്സമേ അല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ലോകത്താണോ നമ്മൾ ജീവിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?